ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണം റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ആദ്യത്തെ ചിത്രമാണല്ലോ ഖലീഫ എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരന്റെ നായകനാക്കി വൈശാഖ് അണിയിച്ചിരിക്കുന്ന ചിത്രം. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പോക്കിരിരാജ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം വൈശാഖും പൃഥ്വിരാജ് സുകുമാരനും ഒന്നിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു കമിയോ റോൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഇതിനോടെ തന്നെ ചിത്രം വലിയൊരു ഹൈപ്പ് നേടി. കത്തി എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ ഇതിനോടെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതമായിട്ട് മാറിയ വില്ലൻ നിതീഷ് മുകേഷ് ഈ ഒരു സിനിമയിൽ വില്ലൻ വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിൽ പൃഥ്വിരാജിനും മോഹൻലാലിനോടൊപ്പം തന്നെ ഇന്ദ്രൻസും സഞ്ജു ശിവറാമും കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രത്തിൽ ജേക്സ് വിജയ് ആണ് ഈണ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പ വിജയങ്ങൾ സാധ്യതയുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിന് എത്താൻ പോകുന്നത് ഈ ഞായറാഴ്ച ആകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ടീംസ് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഓണത്തിന് വമ്പൻ റിലീസുകൾ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദുൽഖർ സൽമാൻ ചിത്രം അയാഗ് ഗെയിമും അതോടൊപ്പം തന്നെ നിവിൻ പോളി ചിത്രം ബദ്രഹേം കുടുംബ യൂണിറ്റും ആണ് മെയിൻ ആയിട്ടുള്ള ഓണം റിലീസ് ചിത്രങ്ങൾ. അതോടൊപ്പം തന്നെ വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന സിനിമയും ഈ ഓണത്തിന് തിയേറ്ററിലോട്ട് എത്തുമ്പോൾ കാത്തിരിക്കാം. ഖലീഫയ്ക്ക് ഓണം തൂക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഖലീഫ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസിനായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.